കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ആരാധനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നേരിയൊരു സങ്കടം. ഈ പ്രത്യേക നാളുകളിൽ ദൈവാലയത്തിൽ വരുവാൻ ആഗ്രഹമുണ്ടായിട്ടും അതിന് സാധിക്കാതെ പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നേരിയ വിഷമം തോന്നുന്നു. എങ്കിലും കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുകയും ഈ ശുശ്രൂഷയിലൂടെ ആരാധനയിൽ പങ്കുചേരുവാൻ വളരെ ഹാർദമായി ആദരവോടുകൂടി എല്ലാവരെയും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് ദേവാലയത്തിലേക്ക് കടന്നു കർത്താവിനെ ആരാധിക്കാനുള്ള ഒരു നല്ല നാളുണ്ടാകുക. നമുക്ക് നമ്മെ ദൈവകരങ്ങളിലേക്ക് വീണ്ടും സമർപ്പിക്കാം. എല്ലാവരും ഒരിക്കൽ കൂടി ആർദ്രമായി ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠ ഗുരുവായ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി, നല്ല പ്രഭാതത്തിനായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിൽ അനുകൂലമായ കർത്താവിന്റെ കരുണ കൊണ്ട് കൃപയോട് ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിന് നന്ദി പറയും. കർത്താവേ, ദൈവാലയത്തിൽ വരുവാൻ ആഗ്രഹമുണ്ടായിട്ടും അതിന് സാധിക്കാതെ പോകുന്ന ഞങ്ങളുടെ അവസ്ഥയെ അറിയുന്നില്ല. എങ്കിലും മഹാപരിശുദ്ധനായ ദൈവമേ, നിന്നെ ആരാധിക്കുവാൻ ഇപ്രകാരം ഒരു മുഖാന്തരം നൽകിയതോർത്ത് സ്തോത്രം. താൽക്കാലികമായ ഈ സംവിധാനത്തിൽ ഞങ്ങൾ ദൈവകൃപ അനുഭവിക്കുന്നു. തമ്പുരാന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുകയാണ്. കൃപയുള്ള പിതാവേ, ഞങ്ങൾ എവിടെ ആയിരുന്നാലും ആയിരിക്കുന്ന അവസ്ഥയിൽ തമ്പുരാനെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നാഥ നീ നിറയ്ക്കണം. സ്വർഗീയ നല്ല പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ പ്രാർത്ഥനയോടുകൂടി ഏൽപ്പിക്കുന്നു. മഹത്വം ലോകരക്ഷകനായ യേശുവിന് മശിഹാ തമ്പുരാന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് യേശുവേ തിരുനാമം എത്ര മധുരം എന്നാരംഭിക്കുന്ന 23-ാമത്തെ ക്രിസ്തീയ ഗീതം ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ നിന്നും 23-ാമത്തെ ഗീതം. Shubha
യേശുവേ തിരുനാമമെത്ര മധുരം ഭൂമിയിലഗതിക്കൻ യേശുവേ. ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിച്ച് മഹിമപ്പെടുത്താം. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആരെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. സ്തുതിലിത്താനി രണ്ടാമത്തെ ഭാഗം നമുക്ക് ഉപയോഗിക്കാം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവേൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയമേ ദൈവമേ നീ നിരസിക്കുകയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം കൃപ ചെയ്യണമേ. അനുതാപ പ്രാർത്ഥനകൾക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കുകയും ദൈവം മുൻപാകെ നമ്മുടെ ഹൃദയങ്ങളെ വിനയപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെ.
ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകും. നമുക്ക് നമ്മെ തന്നെ ദൈവമുണ്ടാകെ വിനയപ്പെടുത്തി നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കാം. പാപക്ഷമ കൂടാതെ വിശുദ്ധീകരണം പ്രാപിക്കാതെ ദൈവത്തെ കണ്ടുമുട്ടാനോ ദൈവമൊരുക്കുന്ന നന്മകൾ അനുഭവിക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ കുറിച്ച് ഏറ്റുപറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് പുതുസൃഷ്ടിയായി തീരുവാൻ നമ്മെ തന്നെ വിനയപ്പെടുത്താം. അനുതാപ ഹൃദയത്തോടെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇപ്പോൾ നമുക്ക് ഇന്നത്തേക്കുള്ള തിരുവചന വേദപാഠ ഭാഗങ്ങൾ വായിച്ച് കേൾക്കാം. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 1 മുതൽ 12 വരെ. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നെടുത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തെങ്കിലും ഘോഷിക്കുന്നത്: പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ, മൂഢന്മാരെ വിവേക ഹൃദയന്മാരാകുവിൻ. കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എന്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും. എന്റെ വായ് സത്യം സംസാരിക്കും. ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു. അവയിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാകുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും മേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. ജ്ഞാനം എന്നെ, ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. ഇവിടെ വിവേകഭാഗം വായിച്ചവസാനിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള പ്രത്യേക സങ്കീർത്തനം 119-ാം സങ്കീർത്തനം 97 മുതൽ 104 വരെയുള്ള ദൈവവചനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. 119-ാം സങ്കീർത്തനം 97 മുതൽ 104 വരെ. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതിന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എന്റെ പക്കൽ ഉണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ബുദ്ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച്
അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിക്കാൻ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ എണ്ണാക്കിന് എത്ര മധുരം, അവ എന്നെ വായിക്കാത്തതിലും നല്ലത്. എന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവരാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യമെങ്കിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ഈ വിശുദ്ധ ദിവസത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമവേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളെ കേൾക്കും. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആര് വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. ഇങ്ങനെ വേദഭാഗം വായിച്ചവസാനിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള ദൈവവചനം. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെ. യേശു പടകിൽ നിന്നും ഇറങ്ങിയപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആയതുകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശം അല്ലോ, നേരവും നന്നേ വൈകി. ഭക്ഷിക്കുവാനില്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിക്കുവാൻ വല്ലതും കൈക്കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്നുവാൻ കൊടുക്കുകയോ എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5, 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ യേശു അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിപന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു.
അവർ 150 വീതം നിരനിരയായി ഇരുന്നു. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തു, സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി, അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവരും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്നു തൃപ്തരായി. കഷണങ്ങളും മീൻ നുറുക്കും 12 കൊട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. സുവിശേഷ പാഠഭാഗം വായിച്ചവസാനിക്കുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 35-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തെ സ്തുതിക്കാം, ഏവരും ആഘോഷമായി ആരംഭിക്കുന്ന 35-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടിയതിനു ശേഷം വിശുദ്ധ തിരുവചനം ധ്യാനിക്കാൻ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ, ശ്രേഷ്ഠ ഗുരുവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ അധ്യാപന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എല്ലാ അധ്യാപകർക്കും ദൈവനാമത്തിൽ സ്നേഹം നിറഞ്ഞ ആശംസ അർപ്പിക്കുകയും ചെയ്യുന്നു. വളരെ മനോഹരമായ ഒരു ശുശ്രൂഷയാകുന്നല്ലോ അധ്യാപനം. ആ ജോലിയുടെ മഹത്വം അറിഞ്ഞ് കുഞ്ഞുങ്ങളെ അറിവ് പകർന്നു കൊടുത്ത് ഒരു തലമുറയായി
നല്ല പൗരന്മാരായി വാർത്തെടുക്കുവാൻ അധ്യാപക സമൂഹത്തിന് കഴിയട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും വിശ്രമിതരായ അധ്യാപകർക്കും എല്ലാ ഭാവവും നേരുന്നു. നിങ്ങൾ ശുശ്രൂഷകളെ മാനിക്കുകയും നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠ ഗുരുവായ ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഇരുളകറ്റി വെളിച്ചമേകുവാൻ, അജ്ഞത മാറ്റി ജ്ഞാനം പകരുവാൻ അധ്യാപക സമൂഹത്തെ നൽകിയത് കൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠ ഗുരുവായ യേശുവിലൂടെ ഞങ്ങളുടെ അധ്യാപക സമൂഹത്തെ അനുഗ്രഹിക്കണമേ. നീതിബോധമുള്ള, സമർപ്പണമുള്ള, ആധികാരികതയുള്ള, ആത്മീയ തേജസ്സുള്ള, ആർദ്രതയുള്ള നല്ല അധ്യാപകരായി ഒരു നല്ല തലമുറ വാർത്തെടുക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളും നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തി ഗുരുമുഖത്ത് നിന്ന് കേൾക്കുവാൻ, ഗുരുവിനോട് കൂടെ പഠിക്കുവാൻ, ഗുരുവായി തീരുവാൻ ഞങ്ങളെയും സഹായിക്കണം. ഉള്ളിൽ ഞങ്ങൾക്ക് വെളിച്ചം പകരണം. നാഥന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. നസറായനായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി ഓൺലൈൻ മുഖാന്തരത്തിലൂടെ നിങ്ങളെ കാണാനും നിങ്ങളോട് ദൈവവചനം സംസാരിക്കാനും ലഭിച്ച അവസരത്തിന് നന്ദി പറയും. ഈ ഞായറാഴ്ച ദക്ഷിണേന്ത്യ സഭ അധ്യാപക ഞായറായിട്ടാണ് ആചരിക്കുന്നത്. അധ്യാപകർ വിമോചനത്തിന്റെ വക്താക്കൾ എന്നതാണ് ചിന്താവിഷയം. യൂസഫ് സായി മലാല എന്ന ചെറുപ്പക്കാരിയായ ആ പെൺകുട്ടി പറഞ്ഞ പ്രഗത്ഭമായ ഒരു വാചകം എങ്ങനെയാണ്? ഒരു ടീച്ചർ, ഒരു വിദ്യാർത്ഥി, ഒരു പെണ്ണ്, ഇത്രയും മതി ലോകത്തെ മാറ്റിമറിക്കും. അധ്യാപനത്തിന്റെ, ഗുരുവിന്റെ അനിഷേധ്യമായ ശുശ്രൂഷയെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ. തീർച്ചയായിട്ടും എല്ലാ അധ്യാപകർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഈ കോവിഡ് നാളുകളിൽ അധ്യാപകർക്ക് വിദ്യാലയങ്ങളിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിലും വളരെ കഠിനമായ സേവന പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസ ശുശ്രൂഷ അവർ മുൻപോട്ട് കൊണ്ടുപോകുന്നു. സ്വാഭാവിക ക്ലാസുകൾക്ക് അപ്പുറമായി ഓൺലൈൻ മുഖാന്തരങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടുകയും പഠിപ്പിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ ഇന്ന് അധ്യാപകർ ഏറ്റെടുത്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, ഇതൊരു ജോലി മാത്രമല്ല, ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ശുശ്രൂഷ കൂടിയാണ്. നീതിബോധമുള്ള, സമർപ്പിതരായ, ജ്ഞാനമുള്ള, വിവേകമുള്ള ഒരു നല്ല തലമുറയെ, ഒരു നല്ല പൗരസമൂഹത്തെ വാർത്തെടുക്കുന്ന, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഒരു തലമുറയെ നയിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയാണല്ലോ അത് നിർവഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ആത്മാവിൽ നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. നാം ശ്രേഷ്ഠ ഗുരുവായ യേശുവിന്റെ ശിഷ്യഗണങ്ങളാണ്. നമ്മുടെ ഗുരു അതിശ്രേഷ്ഠനായ, ലോകം കണ്ട, ആധികാരികതയുള്ള ഒരു നല്ല ഗുരുവായി. യേശു എന്ന ശ്രേഷ്ഠനായ ഗുരുവിനെ കുറിച്ച് അവന്റെ വിരോധികൾ പോലും പറഞ്ഞിരുന്നത് എത്ര ആധികാരികമായിട്ടാണ് അവൻ സംസാരിക്കുന്നത്.
ജ്ഞാനത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപാടുകളിൽ, കണ്ടെത്തലുകളിൽ അവന്റെ വൈഭവം ജ്ഞാനസമ്പന്നമായിരുന്നു, വിവേകപൂർണമായിരുന്നു, ആധികാരികമായിരുന്നു. മറ്റാരും പറയുന്നതിന് വിഭിന്നമായി ചിന്തിക്കാനും പറയാനുമൊക്കെ മനസ്സുവെച്ച നല്ല ഗുരുവിന്റെ നല്ല മക്കളായിരിക്കാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു എന്ന ഗുരുവിന്റെ ഗുരുമുഖത്ത് നിന്ന് കേൾക്കുക സൗഭാഗ്യകരമായ ഒരു പദവിയാണ്. നമ്മളൊക്കെയും അവന്റെ ഗുരുമുഖത്ത് നിന്ന് കേട്ടുപഠിക്കുവാൻ നിയോഗം സിദ്ധിച്ച തലമുറയാണ്. അതുകൊണ്ട് നമ്മുടെ ഗുരുവായ യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മെ എത്തിച്ചു കൊടുക്കുകയും അവന്റെ വചനങ്ങളിലൂടെ, അവന്റെ മൊഴികളിലൂടെ കർത്താവിന്റെ വാക്കുകളെ ഗ്രഹിക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ആർദ്രതയുള്ള ഗുരുവാണ് നമ്മുടെ കർത്താവായ യേശു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള തിരുവചന വേദപുസ്തക ഭാഗത്ത് യേശു എന്ന ഗുരുവിന്റെ ആർദ്രത, യേശു എന്ന ഗുരുവിന്റെ തീഷ്ണത, യേശു എന്ന ഗുരുവിന്റെ ജനതയോടുള്ള മനസ്സലിവ്, യേശു എന്ന ഗുരു അറിവ് പകർന്നു കൊടുക്കുന്ന രീതി, മറ്റുള്ളവരോടുള്ള അവന്റെ കരുതൽ, അത് വളരെ വ്യക്തമായി നമുക്കിവിടെ കാണാൻ കഴിയും. ഈ പ്രത്യേക നാളുകളിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? ഗുരുവിന്റെ ഒരു വലിയ പഠനമാണ് നമുക്കിവിടെ നൽകുക. ഹൗ ടു ഓവർകം ദ പ്രോബ്ലംസ്. എങ്ങനെയാണ് ജീവിതത്തിന്റെ വൈതരണികളെ, പ്രതിസന്ധിയുടെ അനുഭവങ്ങളെ മറികടക്കുവാൻ കഴിയുക? ഇവിടെ യേശു പടവിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഒരു ജനതയെ കാണുന്നു. ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിതറിപ്പോയ ഒരു സമൂഹം എന്നാണ് അവരെ കുറിച്ച് യേശുവിന്റെ മനോഗതം. ഇടയിലില്ലാതെ ചിതറിപ്പോയ ആടുകൾ എപ്പോഴും പരാശ്രിതരാണ്, ആശ്രയിച്ചിരിക്കുന്നത്. ഇവിടെ ആശ്രയിക്കാൻ ആരുമില്ലാതെ ചിതറിപ്പോയ ഒരു കൂട്ടം അജഗണത്തെ പോലെ ഒരു ജനതയെ കണ്ടുമുട്ടുമ്പോൾ അവരോട് മനസ്സലിയുന്ന ഒരു യേശുവിനെ കാണാൻ കഴിയുന്നു. തീർച്ചയായിട്ടും യേശു മനസ്സലിവിന്റെ ഉറവിടമാണ്. അവൻ നമ്മോടും മനസ്സലിവ് തോന്നുന്നു. അതുകൊണ്ട് അവന്റെ കരങ്ങളിലേക്ക് നമ്മെ എത്തിച്ചു കൊടുക്കുന്നത് അത്യുത്തമമായ ഒരു കാര്യമാണ്. അവിടെ പഠിപ്പിക്കുന്നു, അവിടെ മനസ്സലിഞ്ഞ് കുറെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. യേശു എന്ന ഗുരുവിന്റെ സവിശേഷത അവൻ നമ്മെ കണ്ടുമുട്ടി എന്നുള്ളത്. ഗുരുക്കന്മാര് ജീവന്റെ കുഴലൂത്തുകാരാണ് എന്ന ഒരു മൊഴി. ഗുരുക്കന്മാർ ജീവന്റെ കുഴലൂത്തുകാരാണ് എന്ന ഒരു ധ്യാനം. ഇവിടെ അത് തന്നെ സംഭവിക്കുക. ജീവന്റെ സമ്പൂർണതയിലേക്ക് ജനതയെ കൊണ്ടുപോകുന്ന യേശു എന്ന ഗുരുവിന്റെ തീഷ്ണത നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ യേശു എന്ന ഗുരു നമ്മെ കണ്ടെത്തുകയാണ്. ഒരു നല്ല ഗുരു ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സൗഭാഗ്യകരമായ ഒരു അവസ്ഥ. ഒരു നല്ല ഗുരു ഉണ്ടാകുക. ഭാഗ്യവശാൽ അതിനുള്ള ഭാഗ്യം പിതാവായ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പുത്രനായ യേശുവിലൂടെ ഒരു നല്ല ഗുരു ഉണ്ടാകുക. ആ ഗുരു നമ്മെ കണ്ടെത്തുക, നമ്മുടെ കുറവുകളെ ബോധ്യപ്പെടുത്തുക, നമ്മെ ധൈര്യപ്പെടുത്തുക, നമ്മെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ മധ്യേ നടത്തിക്കൊണ്ടു പോകുവാൻ സജ്ജനാക്കുക. ഒരു നല്ല ഗുരു ഉണ്ടാകുക. ആ നല്ല ഗുരു നമുക്ക് യേശുവാണ്. എന്തെങ്കിലും പ്രതികൂലങ്ങൾ, ഇത്രത്തോളം പ്രതികൂലങ്ങൾ നേരിട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് ഉണ്ടായിട്ടുണ്ടാവും. അത്രത്തോളം പ്രതികൂലങ്ങൾ, എതിർപ്പുകൾ, പ്രശ്നങ്ങൾ, അതെല്ലാം വളരെ ക്രിയാത്മകമായി, വളരെ മനോഹരമായി അതിജീവിച്ച് വിജയശ്രീലാളിതനായ ഒരു നല്ല ഗുരുവാണ് നമുക്കുള്ളത്. നമ്മൾ നേരിടുന്നത് പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്, വെല്ലുവിളികളാണ്, ബുദ്ധിമുട്ടുകളാണ്, ഞെരുക്കങ്ങളാണ്. നമ്മൾ ഇതൊരു കടന്നുപോയിട്ടില്ലാത്ത ജീവിതത്തിന്റെ പ്രയാസമേറിയ കനൽ പാതകളാണ്. അതിന്റെ മധ്യത്തിൽ ഇതിനെങ്ങനെ
അതിജീവിക്കുമെന്നതൊരു വലിയ ചോദ്യമാണ്. ഇവിടെ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ഗുരുവായ യേശുവിനെ കാണുന്നു. യേശു എന്ന ഗുരുവിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള സ്വഭാവ ശ്രേഷ്ഠത പിതാവായ ദൈവത്തോട് നിരന്തരമായ ബന്ധമായി, മുറിഞ്ഞു പോകാത്ത ബന്ധം, അറ്റുപോകാത്ത ബന്ധം യേശു പിതാവായ ദൈവത്തോട് പുലർത്തിയിരുന്നു. ഇവിടെ ആ ജനതയ്ക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് ആഹാരം കൊടുക്കുവാൻ ശിഷ്യന്മാരോട് പറയുന്ന, ശിഷ്യന്മാരാകപ്പാട് പ്രതിസന്ധിയില്ല. എങ്ങനെയാണ് 5000-ലധികം വരുന്ന ജനതയ്ക്ക് എവിടെ നിന്ന് ആഹാരം കൊടുക്കും? നിസ്സഹായാവസ്ഥ, പ്രതിസന്ധി, വെല്ലുവിളി, ബുദ്ധിമുട്ട്, ഏറ്റെടുക്കുവാൻ പറ്റാവുന്നതിലധികമായിട്ടുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം യേശു പറഞ്ഞതായിട്ട് അവർക്ക് തോന്നിപ്പോയി. അതിന്റെ അങ്കലാപ്പും അതിന്റെ പിരിമുറുക്കങ്ങളും എല്ലാം നേരിടുന്നു. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും നമുക്കും തോന്നാറുണ്ട്, എങ്ങനെയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ഒന്ന് തരണം ചെയ്യാനായിട്ട് സാധിക്കുക, എന്നാണ് പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. അവിടെ യേശുവോട് പറയുന്നത്, നിങ്ങൾ അവർക്ക് ഭക്ഷ്യം കൊടുക്കണം എന്നുള്ള കാര്യം എങ്ങനെയാണെന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. പറയുന്നത്, നിങ്ങൾ പോയി അതിനുള്ള മുഖാന്തരങ്ങളെ കണ്ടെത്തുവാൻ പറയുന്നു. ശിഷ്യന്മാര് പോയിട്ട് ചില വഴികളെ അവർ കണ്ടെത്തിയിട്ട് യേശുവിനെ അറിയിക്കുന്നു. ഇനിയാണ് ഗുരുവായ യേശു ജീവിതത്തിന്റെ വൈതരണികളെ അതിജീവിക്കുവാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായ ഒരു മാതൃക അവന്റെ പ്രാർത്ഥന ജീവിതമായിരുന്നു. എന്ത് പ്രതികൂലങ്ങളെയും ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ഉലഞ്ഞു പോകാത്ത വിശ്വാസവും പിതാവിനോടുള്ള ആശ്രയത്വവും യേശുവിനെ മറ്റെല്ലാ ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. അതാണ് യേശു എന്ന ഗുരുവിന്റെ ശ്രേഷ്ഠത. ദൈവത്തോട് നിരന്തരമായ ബന്ധം നിലനിർത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സുഖകാലത്തും ദുഃഖകാലത്തും വെല്ലുവിളിയുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ വേളയിലും മരണകരമായ നാഴികയിൽ പോലും ഈ ഒരു ബന്ധം സജീവമായിരുന്നു. പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും രൂപാന്തരങ്ങളുമാണ് തുടർന്ന് കാണുക. 5 അപ്പവും 2 മീനും 5000-ലധികം ജനതയ്ക്ക് കൊടുത്തതിനു ശേഷം തിരികെ ശേഷിപ്പിക്കുന്ന യേശുവിന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രവർത്തനം മനുഷ്യബുദ്ധിക്ക് അതീതമെന്ന് തോന്നുമ്പോഴും അതിനെ പ്രാർത്ഥനയോടുകൂടിയാണ് യേശു അതിനെ സമീപിക്കുക. യേശു ആ ലഭ്യമായ വിഭവങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ചതിനു ശേഷം അവർക്കെല്ലാവർക്കും നൽകിയെന്നാണ് അവരോട് രേഖപ്പെടുത്തുന്ന കാര്യം. സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി. ദൈവത്തോട് നമുക്കുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തെ അതിജീവിക്കുവാൻ നമ്മെ കരുത്തരാക്കി തീർക്കുക. യേശു എന്ന ഗുരു നമുക്ക് തരുന്ന ശ്രേഷ്ഠമായ മാതൃക. വെല്ലുവിളികളുടെ മധ്യേ നാം എവിടേക്കാണ് നോക്കുക? പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാറുണ്ട്. പ്രശ്നങ്ങളുടെ മധ്യേ ദൈവത്തോടുള്ള ബന്ധം ഇന്നും നിലനിർത്തുവാൻ കഴിയുന്നുണ്ട്. പ്രതിസന്ധിയുടെ വേളകളിലൊക്കെയും ദൈവത്തെ മറന്നുപോകുന്നതാണോ, ദൈവത്തെ ഓർത്ത് അവന്റെ അടുക്കിലേക്ക് വരുന്നതാണോ നമ്മുടെ ജീവിത രീതി? ഓർക്കുക, ശിഷ്യസമൂഹം കടന്നുപോയ പ്രതികൂലങ്ങളെ മധ്യേ യേശു അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്, എക്വിപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കടന്നു പോകുന്നത് ഇതുവരെ പോയിട്ടില്ലാത്ത പ്രതിസന്ധി നിറഞ്ഞ നാളുകളിലൂടെയാണ്. ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, സങ്കടങ്ങളും ആകുലതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ നേരിടുന്നു. എന്നാണ് ഇതൊന്ന് പരിഹരിക്കപ്പെടുക എന്ന് നമ്മൾ ആദിയോടെ ഓർക്കാം. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും നാഥന്റെ സന്നിധിയിൽ. ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും ഉപയോഗിച്ച് വഴികളെ കണ്ടെത്തുകയും ദൈവകൃപയിൽ ആശ്രയിക്കുകയും നമുക്ക് ലഭ്യമായിരിക്കുന്ന വിഭവങ്ങളെ, ലഭ്യമായിരിക്കുന്ന അറിവുകളെ, ലഭ്യമായിരിക്കുന്ന വിദ്യാഭ്യാസത്തെ, ലഭ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളെ അതുപോലെ പാലിക്കുകയും ദൈവകൃപയിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതികൂലങ്ങൾ മാറിപ്പോകും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമുക്ക് സന്തോഷകരമായ, അനുഗ്രഹീതമായ, സന്തുഷ്ടമായ, സൗഭാഗ്യകരമായ ഒരു നല്ല ജീവിതം ഉണ്ടാകും. നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു നല്ല ഗുരുവിനെ ലഭിച്ചു എന്നതാണ്. ആ നല്ല ഗുരു നമ്മുടെ കർത്താവായ യേശുവാണ്. ആ യേശുവിന്റെ
ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അതിജീവിക്കാൻ പഠിപ്പിച്ചത് പ്രാർത്ഥന എന്ന ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധം നറ്റുപോകാതെ നിരന്തരമായ യുദ്ധത്തിലൂടെ, നിരന്തരമായ കൂട്ടായ്മയിലൂടെ ഈ പ്രതികൂല നാളുകളിലും കർത്താവിനെ കൈവിട്ട് കളയാതെ അവനോടുകൂടി നമുക്കും ജീവിക്കാം. ഗുരുവായ യേശുവിൽ നിന്നും കേട്ടും യേശുവിൽ നിന്നും കണ്ടും അവന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് നമുക്കും പ്രത്യാശയോടെ മുൻപോട്ട് പോകാം. ഈ പ്രതികൂലങ്ങൾ മാറിപ്പോകും, ഈ പ്രശ്നങ്ങൾ മാറിപ്പോകും. നമുക്കും ശുഭകരമായ, സന്തോഷകരമായ, സംതൃപ്തരായ ഒരു ജീവിതം ഉണ്ടാകും. 42-ാം വാക്യം പറയുന്നത് എല്ലാവരും തിന്നും തൃപ്തരായി. ആ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി, സംതൃപ്തി ഉണ്ടായി. കാരണം ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് വാർത്താൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നാഥന്റെ കരങ്ങളിലേക്ക് നമ്മെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു എന്ന ഗുരു ജീവിത പ്രതികൂലങ്ങളിൽ ഉപദേശകനായി, ബുദ്ധി പകരുന്നവനായി, ആലോചനക്കാരനായി, ശക്തീകരിക്കുന്നവനായി കൂടെയുള്ളതുകൊണ്ട് പ്രത്യാശയോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ അതിനുവേണ്ടി ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ വചനം ശ്രവിച്ച നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്നും പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആത്മാവോടുകൂടെയും. ഈ വിശുദ്ധാരാധനയിലേക്കുള്ള പ്രത്യേക അപേക്ഷ പെന്തക്കോസ്തിന് ശേഷം 14-ാം ന്യായം അധ്യാപകർ, വിമോചനത്തിന്റെ വാഹകർ, സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ ദൈവമേ, ജ്ഞാനം പൊന്നിനേക്കാളും അറിവും വിവേകവും വിലയേറിയ സ്വർണ്ണത്തെക്കാളും ഉത്തമമെന്ന് നീ ഞങ്ങളോട് അരുളിയല്ലോ. അനുകമ്പയോടും ആർദ്രതയോടും കൂടെ സത്യത്തെയും തിരിച്ചറിവിനെയും കുറിച്ചുള്ള അന്വേഷകരാകുന്ന നല്ല അധ്യാപകരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിമോചനവാഹകരായി തീർന്ന തെന്നിനേക്കാളും തേക്കട്ടയേക്കാളും മാധുര്യമേറിയ തിരുവചനത്തിൽ വേരൂന്നുവാൻ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അസമാധാനം നിറയുന്ന ലോകത്തിൽ സമാധാന പ്രഭുവായ യേശുവിനോട് സമാധാനത്തിനായി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധയാഗ്രഹങ്ങളും സകല നീതിയുള്ള സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും
ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കായി നമുക്ക് നമ്മുടെ കർത്താവിനോട് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണവും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങൾ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണയോട് ഞങ്ങളെ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പിൻ എന്ന ആത്മീയഗീതം ചേർന്ന് പാടാം. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്നിരിക്കുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട പുത്രനായ കർത്താവായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് നൽകിയപ്പോൾ അവനോടുകൂടെ സകലവും നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. തന്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്ക വിധം ഈ ലോകത്തെയും നമ്മെയും സ്നേഹിച്ച
ഇന്നും ആഴമായി നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. വിശ്വസ്തനായ ദൈവം, അത്യുന്നതനായ ദൈവം, തന്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, അവർക്ക് വേണ്ടി അത്ഭുതകരമായി അതിശയകരമായി വഴികളും വാതിലുകളും ഒരുക്കുന്ന ദൈവം, പ്രാർത്ഥനയുടെ കരുത്തും പ്രാർത്ഥനയുടെ ചൈതന്യവും പ്രാർത്ഥനയിൽ ലഭിക്കുന്ന വിടുതലും നമുക്ക് സാക്ഷ്യമാക്കി തന്ന 5000 ദിനത്തിന് ആഹാരം നൽകിയ പോഷിപ്പിച്ച പ്രാർത്ഥനയുടെ മഹത്വം വെളിപ്പെടുത്തിയ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ അനവധിയുണ്ട്. എങ്കിലും അതിനതിജീവിക്കുവാൻ കർത്താവ് നമ്മെ ശക്തനാക്കുന്നു. അതുകൊണ്ട് നമ്മെ ശക്തനാക്കുന്നവന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്തനുഭവിക്കാം. കർത്താവ് നൽകിയ നന്മകൾക്ക് നന്ദി പറയാം. എത്രത്തോളം അത്ഭുതകരമായി, എത്രത്തോളം അതിശയകരമായി നാഥ ഞങ്ങളെ നീ പരിപാലിക്കുന്നു, ഞങ്ങളെ നീ നടത്തുന്നല്ലോ, ഞങ്ങളെ നീ സ്നേഹിക്കുന്നല്ലോ. കർത്താവെ നന്ദി എന്ന് പറഞ്ഞ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവനോട് ചോദിക്കുന്നവരെ ഉപേക്ഷിക്കുന്നില്ല, അപേക്ഷിക്കുന്നവരെ തള്ളിക്കളയുന്നില്ല. കാരുണ്യവാനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ നമുക്ക് പ്രവേശിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചുറ്റുപാടുള്ള ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളെയും ക്ഷീണിതരെയും ദുഃഖിതരെയും പ്രയാസം അനുഭവിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കാരുണ്യവാൻ പരിശുദ്ധനുമായ ദൈവമേ, താവിന്റെ വലിയ കൃപ കുഞ്ഞുങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് മധ്യസ്ഥത അടയ്ക്കാം. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന അനേകം മക്കളുണ്ടല്ലോ, അവരെ സ്വർഗ്ഗസ്ഥ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാലയ ശുശ്രൂഷ കുടുംബത്തെയും ഓർക്കാം. ദൈവാലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജോലിയിൽ, കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ, ആവശ്യങ്ങളിൽ നിരന്തരമായ ദൈവകൃപ ഉണ്ടാകേണ്ടതിന് നമുക്ക് മധ്യസ്ഥത അണയ്ക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയും ഓർക്കാം. ബലഹീന വേളകളിൽ ബലം പകരുന്ന പരിശുദ്ധാത്മാവിനാൽ അവരെ ശക്തരാക്കേണ്ടതിന് നമുക്ക് മധ്യസ്ഥത അണയ്ക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആവശ്യമായിരിക്കുന്ന മക്കളെ ഓർക്കാം. സാമ്പത്തികമായി ഏർപ്പെടുന്ന കുടുംബങ്ങളെ ഓർക്കാം. പ്രയാസം അനുഭവിക്കുന്നവരെ ഓർക്കാം. തകർന്നും നുറുങ്ങിയും നിരാശ ബാധിച്ചും ഇരിക്കുന്നവരെ ഓർക്കാം. ഏകാന്തതയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് സഹായകനാകണമേ, കർത്താവ് വിടുതൽ നൽകണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെല്ലാം ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ, അവരുടെ സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ നാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ മഹായിടവകെ, നമ്മുടെ ബിഷപ്പിനെ, മഹായിടവക ഭാരവാഹികളെ, ശുശ്രൂഷകരെ, ദൈവജനത്തെ, ദൈവാലയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദക്ഷിണ ഭാരത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. 24 മഹായിടവകൾ, നമ്മുടെ എല്ലാ വിശ്വാസ ജീവിതങ്ങളിലും സഭകളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഭാരതീയ മണ്ണിൽ ഭാരതീയ സഭയായി വളരുവാൻ സ്വർഗത്തിലെ അപ്പച്ച ഈ സഭയെ അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൊറോണ നാളുകളിൽ ലോകത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി, ലോകത്തിന്റെ വിടുതലിന് വേണ്ടി കർത്താവിനോട് നമുക്ക് മധ്യസ്ഥത നടത്തി പ്രാർത്ഥിക്കാം. രോഗികളുടെ നല്ല വൈദ്യനായ കർത്താവ്, ലോകത്തിന്റെ സൗഖ്യദായകനായ കർത്താവ്, ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ കണ്ണുനീർ തുടച്ച് ലോകത്തിന് സമാധാനം കൊടുക്കേണ്ടതിന്, സൗഖ്യം നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് ബാധിതരാകുന്ന എല്ലാവരെയും ഓർക്കാം. കർത്താവേ, കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കാം. നിരീക്ഷണം കഴിയുന്നവരുണ്ട്, ഐസൊലേഷൻ വാർഡിൽ കഴിയുന്നവരുണ്ട്, ക്വാറന്റൈനിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും കർത്താവ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കാം. സൗഖ്യദായക കർത്താവിന്റെ കരം ആ മക്കളിൽ നിർവഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. എല്ലാ ക്വാറന്റൈൻ കേന്ദ്രങ്ങളെയും ഓർക്കാം. കൊറോണ രോഗബാധിതമായ എല്ലാ രാജ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ അപ്പച്ച, ഭൂമി നിന്റേതാണ്, ഭൂതലം നിന്റേതാണ്, അതിലെ സകല നിവാസികളും നിന്റേതാണ്. ഈ ലോകത്തെ സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിക്കാം. രോഗശാന്തിക്ക് വേണ്ടി, രോഗസൗഖ്യത്തിനു വേണ്ടി കഠിനമായി ജോലി ചെയ്യുന്ന ലോകത്തെമ്പാടുമുള്ള ഡോക്ടർമാർക്ക് വേണ്ടി, നഴ്സുമാർക്ക് വേണ്ടി, ആശുപത്രി ജീവനക്കാർക്ക് വേണ്ടി,
ആരോഗ്യമേഖല അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, ഫാർമസിസ്റ്റുകളെ ഓർത്ത്, ലാബ് ടെക്നീഷ്യന്മാരെ ഓർത്ത്, വൈദ്യശാസ്ത്രം ജോലി ചെയ്യുന്ന എല്ലാ സയന്റിസ്റ്റുകളെ ഓർത്ത് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുഞ്ഞുങ്ങൾ ശുശ്രൂഷകളിലൂടെ, അത്ഭുതകരമായ കണ്ടുപിടുത്തത്തിലൂടെ രോഗസൗഖ്യത്തിനുള്ള വാക്സിനേഷൻ ഫലപ്രദമായി തീരുവാൻ കർത്താവെ കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിക്കാം. സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാം ആവശ്യങ്ങളെ സമർപ്പിച്ചു കൊടുക്കാം. ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് വലിയ കൃപ ലഭിപ്പാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രയാസങ്ങൾ വരുമ്പോഴും, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, പ്രതികൂലങ്ങളുടെ മധ്യത്തിലും കർത്താവെ അനുകൂലമായിരിക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രതികൂലങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ, പ്രശ്നങ്ങൾ മാറിപ്പോകുവാൻ, ശാന്തതയുണ്ടാകുവാൻ, സൗഖ്യമുണ്ടാകുവാൻ, സന്തോഷമുണ്ടാകുവാൻ കർത്താവ് ഭൂമിയെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കുഞ്ഞുങ്ങളെ നാഥന്റെ കരങ്ങളിലേക്ക് നമ്മെ ഭരമേൽപ്പിക്കാം. വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ മുൻപാകെ ഒരുമിച്ച് പാടുവാൻ, ആരാധിക്കുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ, വിശ്വാസമേറ്റുചൊല്ലുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി. കുറവുകൾ കർത്താവ് അറിയുന്നു, പൊറുക്കണമേ. നിന്റെ ജീവിപ്പിക്കുന്ന ആത്മാ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്റെ ശക്തിയും ബലവും അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ആരാധന, ഈ ശുശ്രൂഷ വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, തലമുറകളിൽ, ദേശത്ത്, സഭയിൽ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ കൂടിവരവനെ അനുഗ്രഹിക്കണമേ. ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, അവരുടെ കുടുംബങ്ങളെയും, അവർക്കുള്ള സകലത്തെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആണിപ്പാടിന്റെ കരങ്ങൾ പറഞ്ഞ കുഞ്ഞുങ്ങളെ മറയ്ക്കുകയും സൗഖ്യം നൽകുകയും സുഖത്തോടും ക്ഷേമത്തോടും ദേശത്ത് നീ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആലയത്തെ അനുഗ്രഹിക്കണമേ, ആലയത്തിലെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ നാഥൻ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുണ്ട് കർത്താവേ, പ്രയാസങ്ങളുണ്ട് ദൈവമേ, ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളുമുണ്ട്, ആശങ്കകളുണ്ടെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കുവാൻ ശക്തനാകിയാൽ സ്തോത്രം. അതുകൊണ്ട് പിതാവേ, ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ ആവലാദികളെ, കണ്ണുനീരിനെ, സങ്കടത്തെ, വേദനയെ സമർപ്പിക്കുന്നു. ഈ ലോകത്തെ സൗഖ്യമാക്കണം, ഈ ലോകത്തെ കെടുതികൾ മാറ്റണമേ, കണ്ണുനീർ തുടയ്ക്കണമേ, നീ കൂടിയിരിക്കണമേ. ഈ പ്രതികൂലങ്ങൾ കഴിഞ്ഞു പോകുവോളം ഞങ്ങൾക്ക് നീ സങ്കേതവും കോട്ടയും മറയുമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രതികൂലങ്ങൾ മാറി, ഈ കോവിഡ് മഹാമാരി ഒഴിഞ്ഞ് ഞങ്ങളുടെ ദേവാലയങ്ങളിൽ വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, കൂട്ടായ്മ കൂടുവാൻ, ഒരുമിച്ച് ആരാധിക്കുവാൻ സ്വർഗത്തിലെ പ്രജാജങ്ങളെ തുണയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. തായ് മഹായിടവെ അനുഗ്രഹിക്കണമേ, ബിഷപ്പിനെ അനുഗ്രഹിക്കണമേ, മഹായിടവ ഭാരവാഹികളെ, ശുശ്രൂഷകന്മാരെ, സഭകളെ കർത്താവ്, സഭാമക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. വാഴ്ത്തപ്പെട്ട പിതാവേ, ദൈവാലയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിട്ടും അതിന് സാധിക്കാതെ ഭവനങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട പിതാവ്, ഇതിന്റെ കരങ്ങളിലേക്ക് ലോകത്ത് പാടുള്ള ഡോക്ടർമാരെ, ആരോഗ്യ പ്രവർത്തകരെ, ഫാർമസിസ്റ്റുകൾ, ടെക്നീഷ്യന്മാര്, നഴ്സുമാര്, ആരോഗ്യ പ്രവർത്തിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബസലേലിനും ജ്ഞാനം നൽകിയ പരിശുദ്ധ പിതാവേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം കൃപയും കൊടുത്ത് അവരിലൂടെ നന്മയുണ്ടാകുവാൻ, വിടുതലുണ്ടാകുവാൻ സ്വർഗീയ നല്ല പിതാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ കേൾപ്പിക്കുകയാണ്. നിന്റെ മഹാൻപുള്ള കരങ്ങൾ ഞങ്ങളെ കാക്കണമേ. ഈ പ്രതികൂല നാളുകളിൽ, പ്രയാസവേളകളിൽ ആശ്വാസം കർത്താവിനോട് ചേർന്ന് കണ്ടെത്തി ഞങ്ങൾ പഠിപ്പിക്കണമേ. ആത്മീയമായി ഞങ്ങളെ പുതുക്കണമേ. ഓരോ കൂടിവരവരുടെയും കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ, കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നീ സഹായകനാകണമേ, സാന്നിധ്യമാകണമേ, അനുഗ്രഹമാകണമേ, കൃപയോടെ കരുതണമേ. സ്വർഗത്തിലെ പ്രജാ നിന്റെ കാരുണ്യം ഞങ്ങളെ മറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കുറവുകളെ കണക്കിടരുതേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുകയും സകല ലോകത്തിനും സൗഖ്യവും ആശ്വാസവും വിടുതൽ കൽപ്പിക്കുകയും ചെയ്യണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെ സമർപ്പിക്കുക. മഹത്വം ആർക്കപ്പെട്ട കുഞ്ഞാടിന് തരുന്നു. നസറായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.
ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ എളിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിനും ഞങ്ങളെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ ഇറങ്ങിൽ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരങ്ങളെതായ ബോധം ഞങ്ങൾക്ക് തരേണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർക്ക് കൃപയും ശക്തി ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം കൃപ അരുളേണമേ. ആമേൻ. 262 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. സ്നേഹത്തിൻ ഇടയനാം യേശുവേ. ആ സമയത്ത് നമ്മുടെ സ്തോത്രദാനങ്ങളെ സമർപ്പിക്കുവാനുള്ള സമയമാണ്. ദേവാലയത്തിലേക്കുള്ള ദാനങ്ങളെ ദേവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും മാറ്റിവെക്കുകയും ചെയ്യാം. നമുക്ക് ഈ സമയത്ത് ചേർന്ന് 262 കീർത്തനം പാടാം. നമ്മുടെ ദാനങ്ങളെയും നമ്മെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോട് കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതി വർദ്ധിച്ചു വളരുവാൻ തക്കവിധം ഈ
ഈ വഴിപാടിനെയും ഇതർപ്പിച്ചിരിക്കുന്ന നിർജ്ജനങ്ങളെയും അവരുടെ ജീവിതത്തിന്റെ സകല ആവശ്യങ്ങളെയും അവർക്കുള്ള സകലത്തെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവീൻ. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യാദികൾ എടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശുശ്രൂഷയുടെ മംഗളഗാനമായി 412 ഗീതത്തിന്റെ അവസാനത്തെ ചരണം എന്നേശു എൻ സംഗീതം എന്ന് ആരംഭിക്കുന്ന 412 ഗീതത്തിന്റെ അവസാനത്തെ ചരണം നമുക്ക് ചേർന്ന് പാടാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടെയും നമുക്ക് സമാധാനത്തോടു കൂടെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ആരാധന സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാം ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തോടുള്ള കൂട്ടായ്മയും ദൈവാലയത്തിൽ എരിവും കുറഞ്ഞു പോകാതെ ദൈവകൃപയിൽ ആശ്രയിക്കാം. പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകട്ടെ. ദൈവാലയത്തിൽ ഒരുമിച്ച് വരുവാൻ നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.